അധ്യക്ഷ, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഏരിയ സെക്രട്ടറി സലോ മിനിയേച്ചി, ഈ പൊതുയോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന ട്രഷറർ സഖാവ് പത്മ മിനിയേച്ചി, ജില്ലാ പ്രസിഡന്റ് സഖാവ് സുബൈദ, ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി സഖാവ് അപ്പൂസ്, ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് സുധീഷ് ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐയുടെയും മഹിളാ അസോസിയേഷന്റെയും പുരോഗമന പ്രസ്ഥാനത്തിന്റെയും നേതാക്കൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ ജനാധിപത്യ വിശ്വാസികളെ, ഡിവൈഎഫ്ഐയുടെയും മഹിളാ അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ ഈ വടകര പഞ്ചായത്തിൽ ഇത്തരം ഒരു പ്രതിഷേധത്തിന് നാം നേതൃത്വം കൊടുക്കാൻ ഇടയായ സാഹചര്യത്തെ സംബന്ധിച്ച് സ്വാഗത ഭാഷണത്തിലൂടെ സഖാവ് അപ്പൂസ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്ത് 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ 26-ാം തീയതി പൂർത്തീകരിക്കുമ്പോൾ, നമ്മുടെ സംസ്ഥാനത്ത് പൂർത്തീകരിക്കുമ്പോൾ, ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ അവസാന ഘട്ടത്തിൽ വടകര ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ ചുമതല നിർവഹിക്കുന്ന ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ സഖാവ് എം ധന്യയെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കേട്ടാലറക്കുന്ന അസത്യം പറഞ്ഞും ലൈംഗിക ചേഷ്ടകൾ കാണിച്ചും ലൈംഗിക അതിക്രമത്തിന് നേതൃത്വം കൊടുത്തുമെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന സമീപനമാണ് യൂത്ത് കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നാം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇടപെടുമ്പോൾ, ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ജനാധിപത്യപരമായ സംവേദത്തിനാണ് ഇടതുപക്ഷ പ്രസ്ഥാനം എല്ലാ കാലത്തും നേതൃത്വം കൊടുക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതുകൊണ്ട് ആരെയെങ്കിലും കായികപരമായി കൈകാര്യം ചെയ്യുന്ന സമീപനമല്ല നാം സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ ഏറ്റവും സൗന്ദര്യപൂർണമായ, ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കടമ്പയാണ്. എന്നാൽ ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും കടുത്ത അസ്വസ്ഥതയുള്ളവരായി ഈ വടകരയിലെ യൂത്ത് കോൺഗ്രസിന്റെ ക്രിമിനൽ സംഘങ്ങൾ മാറുകയാണ്. നമ്മളിവിടെ ഈ വടകര പഞ്ചായത്ത് പരിധിയിൽ എവിടെയെങ്കിലും ഒത്തുചേരുമ്പോൾ ഇതൊരു വടകത്തെ പ്രശ്നം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, യൂത്ത് കോൺഗ്രസും സ്വീകരിക്കുന്ന, ജനാധിപത്യത്തോട് സ്വീകരിക്കുന്ന വെല്ലുവിളികൾ, നമ്മുടെ നാടിന്റെ സാമൂഹ്യ ബോധത്തിന്മേൽ സ്വീകരിക്കുന്ന വെല്ലുവിളികൾ, ഒരു പരിഷ്കൃത സമൂഹത്തിന് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയാത്ത സമീപനങ്ങൾ ഈ വടകരയിൽ മാത്രം സ്വീകരിക്കുന്നതല്ല. യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ ഒരു പൊതുശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിന്റെ എല്ലാ മൂല്യങ്ങളെയും വെല്ലുവിളിക്കുന്ന കൂട്ടരായി ഈ കൂട്ടർ മാറുകയാണ്. ഈ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബാലസംഘത്തിന്റെ സംഘടനാ പ്രവർത്തനത്തിൽ ആരംഭിച്ച് യുവജന സംഘടനാ പ്രവർത്തനത്തിലും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി അംഗവുമായി എല്ലാം പ്രവർത്തിച്ച് ഈ നാട് ഏറ്റെടുത്തുകൊണ്ട് ഈ നാടിന്റെ വികസന പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന സമാരാധിയായ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷയായ പ്രസിഡന്റിനെ എന്തിന്റെ പേരിലാണ് കോൺഗ്രസുകൾ വേട്ടയാടിയത്? തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു പ്രശ്നം മാത്രമല്ലല്ലോ. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സംഘടനകളും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനങ്ങളെ സമീപിക്കുക സ്വാഭാവികമാണ്. വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിക്കുക സ്വാഭാവികമാണ്. വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് വർക്ക് നടക്കുന്ന ഘട്ടത്തിൽ ഈ നാട്ടിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങൾ ജനങ്ങളോട് തുറന്നു സംവദിക്കുന്നു. അങ്ങനെ ജനങ്ങളോട് തുറന്നു സംവദിച്ചുകൊണ്ട് വീടാന്തരം കയറി നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സംഘപരിവാരത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൃദു ഹിന്ദുത്വത്തിന്റെ വക്താക്കളായ കോൺഗ്രസിന്റെ നെറുകെട്ട സമീപനങ്ങൾ തുറന്നു പറഞ്ഞ് പൗരത്വ ഭേദഗതി നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് തുറന്നു സംവദിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വീടുകളിൽ ജനങ്ങളോട് സംവദിച്ചു കടന്നുപോകുന്ന ഘട്ടത്തിൽ അതിന്റെ CCTV ദൃശ്യങ്ങളെടുത്ത് വ്യാപകമായി തെറ്റായ നിലയിൽ നെറുകെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് വിളിച്ചുകൊണ്ട് ആക്ഷേപിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ്.
ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു. കോൺഗ്രസിന്റെ രാഷ്ട്രീയവും സമീപനവും തിരിച്ചറിയുന്നവരായി ഈ വീടെടുക്കയിലെയും കേരളത്തിലെയും ജനങ്ങളാകെ മാറുമ്പോ അസ്വസ്ഥപ്പെട്ടുകൊണ്ട് നാം നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തെ, നാം നടത്തുന്ന സംവേദനങ്ങളെ, നമ്മുടെ ഇടപെടലുകളെ ഭയപ്പെടുന്നവരായി ഈ കേരളത്തിലെ, ഈ കാസർഗോട്ടെ, ഈ വീടെടുക്കയിലെ കോൺഗ്രസിന്റെ ക്രിമിനൽ സംഘം മാറുകയാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? നിങ്ങൾക്കും ഞങ്ങൾ നടത്തിയ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വീടുകളിൽ പോയി സംവദിച്ച രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ വീടുകളിലേക്ക് പോകാം, നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കാം, നിങ്ങൾക്ക് പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാം. ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തിൽ ഈ സകല സാധ്യതകളും ഉണ്ടായിട്ടും ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ നാടിന്റെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആരാധിയായി നാടാദരിക്കുന്ന ഒരു വ്യക്തിയെ ആക്ഷേപിക്കുന്നതിന് ലൈംഗിക ചുവയോടുകൂടി അവർക്കെതിരായി അക്രമം നടത്തുന്ന നേതൃത്വം കൊടുക്കുന്ന കമ്മാടി കൂട്ടമായി ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ ക്രിമിനലുകൾ മാറുകയാണ്. ഈ ക്രിമിനൽ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്താൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിൽ, ഈ നാട്ടിലെ അവസാനത്തെ കോൺഗ്രസുകാരനുൾപ്പെടെ തള്ളിപ്പറയുന്ന കൂട്ടമായി നിങ്ങൾ മാറുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇവിടെ ഇതിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം ഉണ്ടായത്, സംഭവം ഉണ്ടായത്. ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുമതല നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്യുന്നു. അത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. അത്തരമൊരു സാഹചര്യം ഒരു ഘട്ടത്തിലും ഉണ്ടാകാൻ വേണ്ടി പാടില്ലായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് എങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയോ CPM-ന്റെയോ മേലെ കെട്ടിവെക്കാൻ വേണ്ടി കഴിയും? അദ്ദേഹത്തിന്റെ മരണത്തെ എങ്ങനെ ഇടതുപക്ഷത്തിന്റെ മേലെ, CPM-ന്റെ മേലെ കെട്ടിവെക്കാൻ വേണ്ടി കഴിയും? കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്താൽ ആ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസിലെ കക്ഷികളാണ് അതിന് ഉത്തരവാദികളെന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ്! മറിച്ചു നാളെ കോൺഗ്രസ് കൊടുത്തൊരു പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ, ആത്മഹത്യ നടത്തുന്നതെങ്കിൽ അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിയും? അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. നമ്മുടെ നാടിന്റെ സർവ്വസാധാരണമായ അന്വേഷണ സംവിധാനങ്ങൾക്ക് അത് ഭൂഷണമല്ല. എന്നാൽ എന്ത് വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ടുകളും ജനങ്ങളെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നവരായി ഇവർ ഇവിടെ മാറുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പ്രതികരണം ഈ പൊതുയോഗം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ, മാധ്യമങ്ങളിലൂടെ കാണാൻ വേണ്ടി കഴിഞ്ഞു. അവർ അസന്നിഗ്ധമായി പറഞ്ഞു, CPIM-ന്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു പങ്കുമില്ല. അദ്ദേഹത്തിന്റെ മരണമൊഴിയിൽ വ്യക്തതയോടെ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മരണമൊഴിയിൽ ഇതിന് കാരണം തന്റെ മരണത്തിലേക്ക് തന്നെ നയിക്കുന്ന, ആത്മഹത്യയിലേക്ക് തന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളല്ലെന്ന് അസന്നിഗ്ധമായി അദ്ദേഹത്തിന്റെ മരണമൊഴിയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് നമുക്കെതിരായി, ഇടതുപക്ഷത്തിനെതിരായി അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ ഈ തീക്കൊള്ളി കൊണ്ടുള്ള തലചുറിയുണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് ഈ നാട്ടിൽ പ്രവർത്തിക്കാനുള്ള, നിങ്ങൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നതായി ഇത് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. 2 ദിവസം മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ പൊതുയോഗം സംഘടിപ്പിച്ച് ഈ നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അങ്ങ് വെല്ലുവിളിക്കുകയാണ്. ഈ നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും DYFI-യും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ ഇറക്കിയ കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ പ്രസംഗിക്കുകയാണ്. ആ കോൺഗ്രസിന്റെ നേതാവ് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടത്തെ കോൺഗ്രസിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ ഇൻവെർട്ടർ കോമയിൽ ഈ കൊട്ടേഷൻ മാഫിയ സംഘങ്ങളുടെ തലവനായ ഉനൈസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയുടെ സംരക്ഷണത്തിനു വേണ്ടിയാണ്. എന്നെ പറഞ്ഞേറ്റത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ പ്രസിഡന്റ് പറഞ്ഞയച്ചതനുസരിച്ച് ഇവിടെ വന്ന് പ്രസംഗിച്ച യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി DYFI-യെ വെല്ലുവിളിക്കുകയാണ്. DYFI-യെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇതാ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തള്ളിപ്പറഞ്ഞ പ്രസ്ഥാനമാണ് DYFI എന്നങ്ങ് ആക്ഷേപിച്ചുകൊണ്ട് പറയുകയാണ്. ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിക്ക്, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയ കക്ഷിക്ക് DYFI-യെ കുറിച്ച് എന്തറിയാം? DYFI-യെ കുറിച്ച് എന്തറിയാം? ഈ നാടിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ രംഗത്ത്, മാനവിക രാഷ്ട്രീയത്തിൽ ഇടതടവില്ലാതെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് DYFI. നമ്മുടെ നാടേത് പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോഴും ഇടവേളകളില്ലാതെ ഇടപെടുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് DYFI. കോവിഡിന്റെ മഹാമാരിയുടെ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസുകാരൻ സ്വന്തം വീട്ടിൽ ഉറങ്ങലിച്ച് കിടന്നുറങ്ങിയപ്പോ മരണപ്പെട്ടുപോയ കോൺഗ്രസുകാരനാകട്ടെ, ഏതു വിഭാഗത്തിൽപ്പെട്ട ആളുകളാകട്ടെ, രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ ആ മൃതശരീരങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് DYFI.
കോവിഡിന്റെ മഹാമാരിയുടെ ഘട്ടത്തിലും ഈ നാടിനെ ചേർത്തു പിടിച്ചുകൊണ്ട് ഈ നാടിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ താങ്ങും തണലുമായ പ്രളയവും കോവിഡും മഹാമാരിയും ഓക്കിയുമെല്ലാം കേരളത്തെ കവർന്നെടുക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ ഉറങ്ങലിച്ചു നിൽക്കാതെ ഈ നാടിന്റെ താങ്ങും തണലുമായി പ്രവർത്തിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് ഡിവൈഎഫ്ഐ. ഞങ്ങളിപ്പോ ഈ പൊതുയോഗത്തിലേക്ക് വരുന്നത് കാസർഗോഡ് നമ്മുടെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ രക്തത്തിന് വലിയ ക്ഷാമം നേരിടുകയാണ്. കടുത്ത വരൾച്ചയാണ്, ചൂടാണ്. ആളുകൾ കൂടുതൽ രോഗാതുരമായ സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ജില്ലാ ആശുപത്രിയിൽ രക്തത്തിന് വലിയ ക്ഷാമം നേരിടുന്ന ഘട്ടത്തിൽ ഇന്നു തൊട്ട് തുടർച്ചയായി 20 ദിവസങ്ങളിൽ ഇടവേളകളില്ലാതെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ആശുപത്രിയിലെത്തി ചോര കെടുക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ ഈ പൊതുയോഗത്തിലേക്ക് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഡിവൈഎഫ്ഐയെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയോട്, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളോട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ഞങ്ങളുടെ ഫേസ്ബുക്കും ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമും ഞങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും തെരഞ്ഞെടുത്ത് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുക ഈ മാനവിക രാഷ്ട്രീയത്തിന്റെ പങ്കുവെക്കലാണ്. രക്തം നൽകിയതും ആശുപത്രികളിൽ തുടർച്ചയായ ഇടവേളകളില്ലാതെ പൊതിച്ചോറ് നൽകിയതും ഈ നാടിന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നടത്തിയ ഇടപെടലുകളും പ്രവർത്തനങ്ങളും കേന്ദ്ര സർക്കാരിനെതിരായി നടത്തിയ സമരങ്ങളുമെല്ലാമാണ് ഡിവൈഎഫ്ഐയുടെ ഫേസ്ബുക്ക് പേജിൽ, ഡിവൈഎഫ്ഐയുടെ അക്കൗണ്ടുകളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നതെങ്കിൽ ഈ യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ട് തുറന്നാൽ എന്താ കാണുക? യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ട് തുറന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ പോയി ഉണ്ടംപുരി കഴിച്ച ചിത്രമാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ പോയി ഉണ്ടംപുരി കഴിച്ചതിന്റെ മസാല ദോശ തിന്നതിന്റെ ചിത്രം പങ്കുവെക്കുന്ന പ്രസ്ഥാനമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അതപ്പതിക്കുമ്പോഴാണ് ഡിവൈഎഫ്ഐ വെല്ലുവിളിക്കുന്നത്. നരസിംഹം എന്ന സിനിമയിൽ ഇന്ദുചൂടൻ പവിത്രനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, വേണമെങ്കിൽ നിനക്കെന്റെ അച്ഛന്റെ കാലിൽ 2 നഖം വെട്ടി തരാം എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ. യൂത്ത് കോൺഗ്രസിന്റെ ഈ ക്രിമിനൽ സംഘത്തോട് ആണയിട്ട് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്, ഡിവൈഎഫ്ഐയെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ടൗണിൽ പ്രസംഗിച്ച യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഡിവൈഎഫ്ഐ എന്ന 4 അക്ഷരം ഉച്ചരിക്കാൻ ഈ നാട്ടിൽ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ നേതൃത്വമായ അതിന്റെ മാഫിയ കേന്ദ്രമായ നേതാവ് നിനക്ക് എന്ത് അധികാരമാണ്? ഡിവൈഎഫ്ഐയുടെ 4 അക്ഷരം ഉച്ചരിക്കാൻ വേണ്ടി പോലും അധികാരമില്ലാത്ത ഡിവൈഎഫ്ഐ ഇന്ദുചൂടൻ സ്വന്തം അച്ഛന്റെ കാലിൽ നഖം വെട്ടിത്തരാമെന്ന് പറഞ്ഞതുപോലെ ഡിവൈഎഫ്ഐയുടെ ശുഭ്രപതാക ഈ തെരുവിൽ ഇങ്ങനെ ഉയർന്നു പാറുമ്പോൾ ആ രക്തനക്ഷത്രാങ്കിത ശുഭ്രപതാകയുടെ കൊടിമര ചുവട്ടിലെ ഒരു പിടി മണ്ണ് നിനക്ക് വാരി തരാം, അത് നിന്റെ വീട്ടിൽ പോയി പൂരിക്കും. ഡിവൈഎഫ്ഐയെ വെല്ലുവിളിക്കാനൊന്നും ഒരു യൂത്ത് കോൺഗ്രസുകാരനും ഈ കേരളത്തിൽ വളർന്നിട്ടില്ല. നിങ്ങൾ വളർന്നിട്ടില്ലെന്ന് പറയുന്നത് നിങ്ങളുടെ തടിമെടുക്കുകൊണ്ടല്ല, സംഘടനാ പാഠവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഈ നാട് നേരിടുന്ന പ്രതിസന്ധിയുടെ മുഖത്തുവിടെയും ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിയാത്ത പ്രസ്ഥാനമായി യൂത്ത് കോൺഗ്രസും എല്ലാം കേരളത്തിൽ മാറിയിരിക്കുന്നു. എന്നിട്ട് ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് ഉനൈസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ്. എന്താ പോസ്റ്റ്? രാഷ്ട്രപതിയുടെ അംഗീകാരം നേടിയതുപോലെ ഇതാ കാസർഗോഡിന്റെ സിറ്റിംഗ് എംപി ആയിരുന്ന, കാസർഗോഡിന്റെ UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ നിയമപരമായി എല്ലാ പിന്തുണയും എനിക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ പിന്തുണയും എനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ ആക്ഷേപിക്കുന്നതിന്, ലൈംഗികമായി അതിക്രമിക്കുന്നതിന് ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്നതിന് എല്ലാ പിന്തുണയും നൽകിയ രാജ്മോഹൻ ഉണ്ണിത്താനും നന്ദിയെന്ന് ഒരു ഉളുപ്പുമില്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഉനൈസ് ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്യുകയാണ്. എന്തൊരു നാണം കെട്ട വർഗമാണ്! നോക്കൂ, രാഷ്ട്രീയത്തിന്റെ ഒരു അല്പമെങ്കിലും തൊട്ടു തീണ്ടിയിട്ടുണ്ടെങ്കിൽ സ്വന്തം ഫേസ്ബുക്കിലൂടെ തങ്ങൾ നടത്തിയ നെറികെട്ട ജനാധിപത്യ വിരുദ്ധമായ ഒരു സ്ത്രീയെ ലൈംഗികമായി വേട്ടയാടാൻ വേണ്ടി നേതൃത്വം കൊടുത്ത അതിന് പിന്തുണ നൽകിയിരിക്കുന്നു കാസർഗോഡിന്റെ സിറ്റിംഗ് എംപി എന്ന് പ്രഖ്യാപിക്കാൻ നാണമുണ്ടെങ്കിൽ പറയൂ. ഇതാണ് കോൺഗ്രസ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ഉളുപ്പുമില്ലാതെ അതിന് പിന്തുണ കൊടുക്കുന്നയാളായി ഈ കാസർഗോഡിന്റെ 5 വട്ടത്തെ MP ആയിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ മാറുന്നു. ഏതു നെറികേടുകളുടെയും നേതൃത്വമായി അവർ മാറുന്നു. ഇങ്ങനെ മാറുന്നത് എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസും എല്ലാം ഇങ്ങനെ നെറികേടുകളുടെ നേതൃത്വമായി മാറുന്നത്? യൂത്ത് കോൺഗ്രസും എല്ലാം യഥാർത്ഥത്തിൽ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, രാഷ്ട്രീയ പ്രവർത്തനത്തിന് പകരം സ്ത്രീ വിരുദ്ധതയും ജനാധിപത്യ വിരുദ്ധതയും ശീലിച്ചു വളർന്നു വന്നവരാണ്. നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഗൂഗിളിൽ യൂത്ത് കോൺഗ്രസ് എന്ന് സെർച്ച് ചെയ്താൽ എന്താ കാണുക? യൂത്ത് കോൺഗ്രസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമ്മൾ ആദ്യം കാണുക മലപ്പുറത്ത് തുവൂരിൽ ഒരു യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തി ചാക്കിലാക്കി മണ്ണിനടിയിൽ കുഴിച്ചിട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ചിത്രമാണ്. നിങ്ങൾ നോക്കൂ, രാഷ്ട്രീയ അല്പത്തരത്തിന്റെയും ജനാധിപത്യ വിരുദ്ധതയുടെയും സാമൂഹ്യ വിരുദ്ധതയുടെയും കേന്ദ്രമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മാറിയിരിക്കുന്നു. മലപ്പുറത്ത് തുവൂരിൽ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി
കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടി മണ്ണിനടിയിൽ കുഴി വെട്ടിയെടുത്ത് അവിടെ നിക്ഷേപിക്കുകയാണ്. അതിന് പുറത്തൊരു പട്ടിക്കൂട് പണിയുകയാണ്. ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി മണ്ണിനടിയിൽ കുഴിച്ചിട്ട് അതിന് മേലെ പട്ടിക്കൂട് പണിയുന്നു. പിറ്റേന്നാൾ രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചാണ്. ആ മാർച്ചിന് നേതൃത്വം കൊടുക്കുന്നത് സ്ത്രീയെ കൊലപ്പെടുത്താൻ വേണ്ടി നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മാർച്ച്. എന്തിന്? സ്വന്തം വീട്ടിൽ പട്ടിക്കൂടിനടിയിൽ ഒരു സ്ത്രീയെ കുഴിച്ചിട്ട് അതിനെതിരായ സമരത്തിൽ നേതൃത്വം കൊടുക്കുന്നയാൾ ആ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് മലപ്പുറത്ത് തൂവൂരിൽ മാറുകയാണ്. ആ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ സംരക്ഷിക്കുന്ന നേതാക്കളായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളും കോൺഗ്രസിന്റെ നേതാക്കളും മാറുകയാണ്. നിങ്ങൾ നോക്കൂ, ഇതേ കേരളത്തിലല്ലേ ഇപ്പോ സ്ത്രീകൾക്കെതിരായി അതിക്രമങ്ങൾ സംഘടിപ്പിക്കുന്ന ഇവരുടെ ഒരു ശീലമാണ്. ഇത് ബേഡകത്ത് മാത്രമല്ല, ഞാൻ അതാണ് പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന, കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ജനാധിപത്യ വിരുദ്ധതയുടെയും സ്ത്രീ വിരുദ്ധതയുടെയും അപ്പോസ്തലന്മാരായി മാറിയിരിക്കുന്നു എന്ന് വെറുതെ പറഞ്ഞതല്ല. വടകരയുടെ സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർക്കെതിരായി എന്തെല്ലാമായിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലമായി നടത്തിയ പ്രചണ്ഡമായ പ്രചരണം. ഈ നാടിന്റെ പ്രതിസന്ധിയുടെ മുഖത്ത്, കോവിഡിന്റെ മുഖത്ത് തളർന്നു പോകാതെ, ഓഖിയുടെ മുഖത്ത്, നിപ്പയുടെ മുഖത്ത് ഈ നാട് തളർന്നു പോകാതെ ചേർത്തുപിടിച്ച് ഈ നാട് നയിച്ച സമാരാധിയായ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറെ വേട്ടയാടുന്നതിന് എന്തെല്ലാം നെറികെട്ട മാർഗങ്ങളാണ് ഈ കൂട്ടർ കേരളത്തിൽ സ്വീകരിച്ചത്. ഒടുവിലത്തെ കാഫിർ പ്രയോഗം ഉൾപ്പെടെയുള്ള ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്ത 10 വോട്ട് നേടാൻ എന്തു നെറികെട്ട സമീപനവും സ്വീകരിക്കുന്ന ആൾക്കൂട്ടമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന അതപ്പതിച്ചിരിക്കുന്നു. 19 വയസ്സോടടുത്തിരിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് തന്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയുടെ ചിത്രം മോർഫ് ചെയ്ത് ലൈംഗികമായി ആ നിലയിൽ പ്രചരിപ്പിക്കുന്ന കൂട്ടമായി യൂത്ത് കോൺഗ്രസിന്റെ സംഘം മാറുകയാണ്. ഇവരെ വീട്ടിൽ കയറ്റാൻ വേണ്ടിക്കൊള്ളൂ. ഞങ്ങൾ ഈ നാട്ടിലെ ഇപ്പോഴും കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ആളുകളോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തേക്ക് യൂത്ത് കോൺഗ്രസുകാരൻ വരുന്നുണ്ടെങ്കിൽ അടിച്ചോടിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പെൺമക്കൾക്കും നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്കും സമാധാനപരമായി ജീവിക്കാം. അത്രയേറെ സമൂഹത്തിന് കൊള്ളാൻ വേണ്ടി കഴിയാത്ത, ഈ നാടിന് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത നികൃഷ്ട ജീവികളായി യൂത്ത് കോൺഗ്രസിന്റെ സംഘം ഈ കേരളത്തിൽ മാറിയിരിക്കുകയാണ്. എന്തു വൃത്തികേടും അവർ കാണിക്കും, ഏതറ്റം വരെയുള്ള വൃത്തികേടും കാണിക്കും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, സമാനമായ ഒരു പൊതുയോഗമാണ് 2 ദിവസം മുമ്പ് വടകരയിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. യൂത്ത് അലർട്ട് എന്ന പേരിൽ സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് അവിടുത്തെ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, UDFന്റെ സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസൺ ആണ് ഷാഫി പറമ്പിൽ. ഈ ബേഡകത്തിന്റെ മണ്ണിൽ നിന്ന് ഈ നാടിന്റെ രാഷ്ട്രീയത്തെ മലീനസപ്പെടുത്തുന്നതിന്, ഈ നാടിന്റെ സമാധാനത്തെ തകർക്കുന്നതിന്, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വ്യക്തിപരമായും ലൈംഗികമായും ആക്ഷേപിക്കുന്നതിനും വേട്ടയാടുന്നതിനും നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായ ഉനൈസിനെ ചൂണ്ടി ഈ കാസർകോട്ടെ യുവജന പ്രസ്ഥാനം പ്രഖ്യാപിക്കുന്നു, ഈ ബേഡകത്തെ പൊളിറ്റിക്കൽ പോയിസണാണ് ഉനൈസ് എന്ന് പറയുന്ന ഈ കക്ഷി. ഇത്തരം ആളുകളെ അടുപ്പിക്കാൻ വേണ്ടി പാടില്ല. ഈ നാടിന്റെ ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സമീപനമാണ് ഈ നാടാകെ സ്വീകരിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കൂ, യൂത്ത് കോൺഗ്രസിന്റെ പാരമ്പര്യം എന്താ? ഇടുക്കിയിൽ ഉശിരനായ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ധീരജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ പിതാവ് കോൺഗ്രസുകാരനാണ്. തളിപ്പറമ്പിലെ കോൺഗ്രസുകാരനായ പിതാവാണ്. കോൺഗ്രസുകാരനായ പിതാവിന്റെ മകൻ SFIക്കാരനായ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ ധീരജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുത്തി വളർത്താൻ വേണ്ടി നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ പേര് നിഖിൽ പൈലി. നിഖിൽ പൈലി ധീരജിനെ ഭീകരമായി കുത്തി കൊലപ്പെടുത്തിയപ്പോ ധീരജിന്റെ പ്രിയപ്പെട്ട പിതാവ് പത്രസമ്മേളനം നടത്തി, ഈ നാടിന് മുന്നിൽ, കേരളത്തിന് മുന്നിൽ, ഞാൻ ഇന്നലെ വരെയും കോൺഗ്രസിന്റെ ഭരണഘടന മാറോട് ചേർത്ത് പിടിച്ച് പ്രവർത്തിച്ചതാണ്, എന്തിനെന്റെ മകനെ കൊന്നുവന്ന് തേങ്ങലടിച്ചുകൊണ്ട് പൊട്ടിക്കളഞ്ഞപ്പോ കേരളത്തിലെ സെമി കേഡർ പ്രസ്ഥാനത്തിന്റെ നേതാവെന്ന് വിളിച്ചു പറയുന്ന ഇത്തരം തെമ്മാടികളെ പോറ്റി വളർത്തുന്ന കണ്ണൂരിലെ ഗുണ്ടാ സുധാകരനായ K സുധാകരൻ പറഞ്ഞത്, ഇത് ഞങ്ങളുടെ ചുടക്കുട്ടികളാണ് എന്നാണ്. ഞങ്ങളുടെ ചുടക്കുട്ടികളാണ് ആര്? നിഖിൽ പൈലി. ഈ കേസിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ ധീരജിനെ കൊലപ്പെടുത്താൻ വേണ്ടി നേതൃത്വം കൊടുത്തുവെന്ന് ബോധ്യപ്പെട്ട നിയമപരമായ ശിക്ഷയ്ക്ക് വിധേയനായ നിഖിൽ പൈലി എന്റെ ചുടക്കുട്ടിയാണെന്നും ഞങ്ങളുടെ കുട്ടികളാണെന്നും വിളിച്ചു പറഞ്ഞു കേരളത്തിൽ K സുധാകരൻ. ആ സുധാകരനും കേരളത്തിലെ യൂത്ത് കോൺഗ്രസും എന്താ ചെയ്തതെന്നറിയോ? ഇത്തവണ ഇവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പ്, വ്യാജ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. ആ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ നിഖിൽ പൈലിക്ക് പ്രമോഷൻ. നിഖിൽ പൈലി എന്ന് പറയുന്ന ക്രിമിനലിനെ സംസ്ഥാന സെക്രട്ടറിയായി ഒരുപടി ഉയർത്തുന്നു കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്. ഇങ്ങനെ തെമ്മാടിമാരുടെ വളർത്തു കേന്ദ്രമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം മാറുകയാണ്. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അനുഭവമാണ്. ഇപ്പോ ഒന്ന് സ്ത്രീ പീഡനം,
മറ്റൊന്ന് ഇത്തരത്തിലുള്ള കൊലപാതകം. ഇത് മാത്രമല്ല, മോഷണവും പ്രധാനപ്പെട്ട കടമയാണ് ഇവരുടെ. ഇവർ നടത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും മോഷണമാണ്. കൊല്ലത്ത് നമ്മൾ കണ്ടു. കൊല്ലത്ത് 2 മാസം മുമ്പാണ് അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ റെയിൽവേയുടെ സമ്പത്ത്, റെയിൽവേയുടെ സ്ഥലത്ത് നിക്ഷേപിക്കപ്പെട്ട കമ്പിയും പൈപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടുപോയി മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ്. കള്ളന്മാരുടെ കൂട്ടമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം മാറുന്നു. എന്ത് വൃത്തികേടുകൾ കാണിക്കുന്ന കഞ്ചാവ് കേസിൽ പ്രതികളാക്കപ്പെടുന്ന ആളുകളായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മാറുന്നു. 40 കിലോ കഞ്ചാവാണ് കേരളത്തിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് സ്വന്തം വീട്ടിൽ, കോട്ടയത്തെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് സ്വന്തം വീട്ടിൽ സൂക്ഷിച്ചത്. 40 കിലോ കഞ്ചാവ് സൂക്ഷിച്ച് പിടിക്കപ്പെട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ അവനെന്ത് ചെയ്തു? അവിടുത്തെ ജില്ലാ പ്രസിഡന്റാക്കി മാറ്റി. ഇതാണ് കേരളത്തിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സ്വീകരിക്കുന്ന മലീനസമായ രാഷ്ട്രീയ സമീപനമെന്ന് കേരളം തിരിച്ചറിയുകയാണ്. നമ്മുടെ നാടിനെ വേട്ടയാടാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നവരായി കേരളത്തിലെ കൂട്ടർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവരുടെ പരിപാടി എന്താ? ശ്രദ്ധിക്കപ്പെടാൻ ഒരു വഴിയുമില്ല. അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് ഡിവൈഎഫ്ഐ പൊതിച്ചോറിന്റെ മറവിൽ അശ്ലീലം നടത്തുന്നവരാണ്. ശ്രദ്ധിക്കപ്പെടാൻ എന്തെങ്കിലും വേണ്ടേ? സാധാരണ പണ്ട് നമ്മുടെ നാട്ടിലെ ചില തിയേറ്ററുകളിൽ ആൾ കയറാതിരിക്കുമ്പോൾ ആ തിയേറ്ററിന്റെ മുന്നിൽ അശ്ലീല സിനിമകളുടെ പോസ്റ്റർ ഒട്ടിച്ച് ആളുകളെ കയറ്റാനുള്ള ശ്രമം നടത്താറുണ്ട്. സമാനമായ സമീപനമാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടവും ഇവിടെ വന്ന് പ്രസംഗിച്ച യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇവിടത്തെ സംസ്ഥാന സെക്രട്ടറിയായി ഇവിടെ പ്രവർത്തിക്കുന്ന യുനൈസ് ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്നത് സമാനമായ പ്രവർത്തനമാണ്. അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് മുണ്ടുപറിച്ചു കൊടുക്കുന്നതാണ്. ഈ വൃത്തികേട് നടത്തുന്നതിനേക്കാൾ ആളുകൾ ശ്രദ്ധിക്കാൻ നല്ലത് മുണ്ടുപറിച്ചുകൂടിയാൽ നിങ്ങൾ ആളുകളാണ് ഈ കളി കളിക്കുന്നത്. എന്ത് വൃത്തികേടുകളെയും അപ്പോസ്തലന്മാരായി ഈ കേരളത്തിൽ, ഈ കാസർഗോട്ട്, ഈ വേടകത്ത് മാറിക്കൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ക്രിമിനൽ സംഘത്തിനെതിരായി നാടുടനുന്ന പ്രതിഷേധമാണ് നമ്മുടെ നാട്ടിലാകെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ആളുകൾ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സമൂഹമാകെ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയണം. ഇവിടെ പ്രസംഗിച്ച നേതാവ് പറയാണ്, ഡിവൈഎഫ്ഐക്കാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിന് ഡിവൈഎഫ്ഐ പ്രവർത്തിക്കണം? ഗോവിന്ദ മാഷിന്റെ മകനെവിടെയാണ്? പിണറായിയുടെ മകനെവിടെയാണ്? ഇതാണ് ചോദ്യം. യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, നിന്റെയൊന്നും പ്രസ്ഥാനത്തിൽ ഉള്ളതുപോലെ ആശ്രിത നിയമനം നടത്തുന്ന പ്രസ്ഥാനത്തിന്റെ പേരല്ല ഡിവൈഎഫ്ഐയും സിപിഎമ്മും. നിന്റെയൊക്കെ പ്രസ്ഥാനത്തിനുള്ളതുപോലെ അച്ഛൻ നേതാവായാൽ അച്ഛൻ ആനപ്പുറത്തിരുന്നത് കൊണ്ട് സ്വന്തം മകനെ ആനപ്പുറത്ത് കയറ്റിയിരുത്തുന്ന പാപ്പരത്ത രാഷ്ട്രീയത്തിന്റെ പേരല്ല ഇടതുപക്ഷ രാഷ്ട്രീയം. ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരായി, സംഘാടകരായി, നേതൃത്വമായി കടന്നു വരണമെങ്കിൽ ഇതിന്റെ യൂണിറ്റ് സെക്രട്ടറിയായി, ബാലസംഘത്തിന്റെ യൂണിറ്റ് സെക്രട്ടറിയായി, ഇടതുപക്ഷ സംഘടനകളുടെ പ്രവർത്തനത്തിലൂടെ വഴിയായി കടന്നു വന്ന് ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച് കടന്നു വരുന്ന പ്രസ്ഥാനമാണ്. അല്ലാതെ നിന്നെ പോലെ ആശ്രിത നിയമനത്തിലൂടെ നേതാവാകുന്ന സംഘടനയല്ല ഞങ്ങൾ. അങ്ങനെയല്ല കേട്ടോ, തിരിച്ചറിഞ്ഞു. ഇങ്ങനെ ആശ്രിത നിയമനത്തിലൂടെ നേതാവായ സംഘടനയുടെ നേതാക്കൾ ഇപ്പൊ എവിടെയാ? കേരളത്തിൽ കോൺഗ്രസിന് 4 മുഖ്യമന്ത്രിമാരാണ് ചരിത്രത്തിലുണ്ടായിരുന്നത്. 4 മുഖ്യമന്ത്രിമാർ. ആ 4 മുഖ്യമന്ത്രിമാരിൽ 3 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇപ്പൊ ബിജെപിയിലാണ്. എന്തൊരു ഗതികെട്ട പ്രസ്ഥാനമാണ് നോക്കിയേ. 3 കോൺഗ്രസിന്റെ മുൻ നേതാക്കളുടെ മക്കൾ ബിജെപിയിലേക്ക് പോകേണ്ടി വന്ന ഗതികേടുള്ള പ്രസ്ഥാനമായി ഈ കേരളത്തിലെ കോൺഗ്രസ് മാറിയില്ല. ശങ്കരന്റെ മകൻ നേരെ പോയി ബിജെപിയിലേക്ക്. പിന്നീട് നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിൽ കോൺഗ്രസിന്റെ തലതൊട്ട നേതാവായ, യൂത്ത് കോൺഗ്രസിന്റെ പരമോന്നത നേതാവായ, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന, ഒരുവേള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് പോലും ചർച്ച നടന്ന AK ആന്റണിയുടെ മകൻ അനിൽ K ആന്റണി സ്വന്തം അച്ഛന്റെ പടം പോക്കറ്റിലിട്ട് ജനങ്ങൾക്ക് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയാണ്, എന്റെ അച്ഛന്റെ പാർട്ടി കൊള്ളാത്ത പാർട്ടിയാണ്, പുള്ളിക്കാരനും കൊള്ളാത്തയാളാണ്, ഇയാളെ പുറത്താക്കിയാലേ കോൺഗ്രസ് നന്നാവൂന്ന് സ്വന്തം അച്ഛന്റെ പടം പോക്കറ്റിലിട്ടുകൊണ്ട് അനിൽ K ആന്റണി എന്ന് പറയുന്ന കോൺഗ്രസ് ബിജെപിയുടെ ഇന്നത്തെ നേതാവ് പറയുകയാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ സമാരാധ്യനായ നേതാവല്ലേ K കരുണാകരൻ? ലീഡർ എന്ന് വിളിച്ച് കോൺഗ്രസിന്റെ പ്രവർത്തകർ, ഈ ബേർഡെടുക്കയിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന K കരുണാകരൻ. ആ K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് പോയി എന്ന് മാത്രമല്ല, സ്വന്തം പിതാവിന്റെ സ്മൃതി കുടീരം ഇരിക്കുന്ന മണ്ണിൽ ബിജെപിയുടെ പരിപാടി നടത്തി. പിതാവിന്റെ സ്മൃതി കുടീരത്തിൽ ബിജെപിയുടെ നേതാക്കളെ കൊണ്ട് പുഷ്പചക്രം വെച്ച ഗതികേടുള്ള പാർട്ടിയായി കേരളത്തിൽ കോൺഗ്രസ് മാറിയില്ലേ? ഇങ്ങനെ ഗതികെട്ടവരാണ് കേരളത്തിൽ ഇടതുപക്ഷത്തെയും ഡിവൈഎഫ്ഐയും വേട്ടയാടിക്കൊണ്ട് എന്ത് അസഭ്യം പറഞ്ഞും കടന്നു വരാമെന്ന മിഥ്യാധാരണയിൽ നമ്മളെ വേട്ടയാടാൻ വേണ്ടി കേരളത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജൽപ്പനങ്ങൾ തിരിച്ചറിയുന്ന നാടാണിത്. ഈ പേടകത്തിന്റെ പൈതൃകം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാപ്പരത്വത്തെയും പ്രതിരോധിച്ചും എതിർത്തും ചെറുത്തുതോൽപ്പിച്ചും കടന്നു വന്ന അനുഭവമാണ്. ഈ പേടകം ചുവന്ന മണ്ണാണ്. ഇപ്പൊ കോൺഗ്രസുകാരൻ അവന്റെ പ്രസംഗത്തിൽ പറയാണ്, ഞങ്ങൾ അടുത്ത ഭരണസമിതിയിൽ ഈ ബേടകം പഞ്ചായത്ത് ഓഫീസിൽ ഞങ്ങളുടെ ജനപ്രതിനിധികളാൽ ഭരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകും.
നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? രാത്രി 1 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് മൂത്രം ഒഴിച്ച് പോയി കിടന്നുറങ്ങണം. ഈ പഞ്ചായത്തിന്റെ പാരമ്പര്യം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യമാണ്. ഈ പഞ്ചായത്തിലെ 17 വാർഡുകളിൽ ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികളാണ്. ഈ നാട് ഇടതുപക്ഷത്തോടൊപ്പം ചരിത്രത്തിലുടനീളം മുന്നോടിപ്പിച്ച, ഇടതുപക്ഷത്തോടൊപ്പം നിലയുറപ്പിച്ച ചരിത്രമുള്ള നാടാണ്. അങ്ങനെ ചരിത്രത്തിലൂടെ ഈ നാട് കടന്നു വന്നത് കോൺഗ്രസിന്റെ നരാധമ രാഷ്ട്രീയത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളെ ബന്ധുക്കെ ഉൾപ്പെടെ നിങ്ങൾ കൊന്നൊടുക്കുമ്പോൾ പ്രതിരോധം തൊട്ടുകൊണ്ട് ഇടതുപക്ഷമാണ് ശരിയായ വഴിയെന്ന് വിളിച്ചറിഞ്ഞുകൊണ്ട് ഈ നാടാകെ ഇടതുപക്ഷത്തിന്റെ കൂടെ കടന്നു വന്നതുകൊണ്ടാണ് നിങ്ങൾക്കിതാ ഒരു പ്രതിപക്ഷം പോലുമില്ലാത്ത പഞ്ചായത്തായി ഈ ബേഡെടുക്ക പഞ്ചായത്ത് മാറുന്നത്. അടുത്ത തവണയും ഞങ്ങൾ ഉറപ്പിച്ചു പറയാം, ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ 1 കൊല്ലം കൂടിയുണ്ടല്ലോ. ഞങ്ങൾ ഉറപ്പിച്ചു ആണയിട്ടും പറയാം, യൂത്ത് കോൺഗ്രസിന്റെയും വിടുവായിത്തം പറഞ്ഞ് വലിയ വായിൽ മൈക്ക് കിട്ടുമ്പോ തമ്മാടിത്തം വിളിച്ചു പറഞ്ഞ കോൺഗ്രസിന്റെ നേതാക്കളെ അടുത്ത തെരഞ്ഞെടുപ്പിൽ 17 വാർഡിലും നിങ്ങൾക്ക് കെട്ടിവച്ച കാശ് പോലും കിട്ടില്ല. ജനങ്ങൾ നിങ്ങളെ വലിച്ചു പുറത്തേക്ക് എറിയും. നിങ്ങളെപ്പോലുള്ള തെമ്മാടികളെയും അസഭ്യം പറയുന്നവരെയും നെറികെട്ടവരെയും പുലർത്താനുള്ളതല്ല ജനാധിപത്യമെന്ന് നാട് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന നാടുകളാണ് ഈ പേടകത്തിന് വരാനിരിക്കുന്നത്. നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന നാടുകളാണ്. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ നാടിന്റെ ജനമനസ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്. പ്രിയപ്പെട്ടവർ, 26-ാം തീയതി ഈ പേടകത്തുണ്ടായ സംഭവത്തെ നമുക്ക് താരതമ്യപ്പെടുത്താൻ വേണ്ടി കഴിയുന്നത് എന്തിനോടാണ്? ബേഡകത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത, ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി ആ ബൂത്തിലുണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെയാണ് അസഭ്യം പറഞ്ഞും കയ്യേറ്റം ചെയ്തും ലൈംഗിക ചേഷ്ട കാണിച്ചുമെല്ലാം ആക്രമിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തത്. ഇതിനു സമാനമായിരുന്നു പ്രിയപ്പെട്ടവരെ 1987 മാർച്ച് 23 ചീമേനിയിൽ നടന്നത്. 1987 മാർച്ച് 23 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വൈകുന്നേരം ഇടതുപക്ഷത്തിന് കിട്ടാവുന്ന വോട്ടുകളുടെ കണക്ക് തയ്യാറാക്കുന്നതിനായി ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ, CPM-ന്റെ പ്രവർത്തകർ ചീമേനിയിലെ പാർട്ടി ഓഫീസിൽ ഒന്നിച്ചിരുന്ന് വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുമ്പോഴായിരുന്നു കോൺഗ്രസിന്റെ ക്രിമിനൽ സംഘം, അന്ന് കോൺഗ്രസിന് രാഷ്ട്രീയ മേധാവിത്വം ഉണ്ടായിരുന്ന ചീമേനിയിലെ പാർട്ടി ഓഫീസിനകത്തേക്ക് കടന്നു വന്ന് ആ പാർട്ടി ഓഫീസിനകത്തേക്ക് വൈക്കോൽ ചില്ലകൾ വലിച്ചെറിഞ്ഞ് തീ കൊളുത്തി 5 സഖാക്കളെ എംകോറിനെയും സീക്കോറിനെയും ആലവളപ്പിൽ അമ്പുവട്ടനെയും കുഞ്ഞിക്കണ്ണനെയും കുഞ്ഞപ്പനെയും ചുട്ടരിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയത് 87 മാർച്ച് 23 സമാനമായ സമീപനമാണ് ഇവിടെ കോൺഗ്രസ് സ്വീകരിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തത്. സമാനമായ നിലയിലാണ് ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധിയെ വേട്ടയാടാൻ വേണ്ടി നേതൃത്വം കൊടുത്തത്. എന്നാൽ ചീമേനിയുടെ അനുഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ പറയാം, നിങ്ങൾക്ക് രാഷ്ട്രീയ മേധാവിത്വം ഉണ്ടായിരുന്ന കോൺഗ്രസ് തീരുമാനിച്ച ഏതു ചിത്തൂരവും നടക്കുമായിരുന്ന ചീമേനിയുടെ മണ്ണിൽ 87 പ്രിയപ്പെട്ട 5 സഖാക്കളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ പിന്നീടുള്ള ചരിത്രം പരിശോധിക്കൂ. നിങ്ങൾക്ക് കാലുകുത്താൻ വേണ്ടി കഴിയാത്ത നാടായി ചീമേനി മാറിയിട്ടുണ്ട്. ചീമേനിയുടെ രാഷ്ട്രീയ ചരിത്രം എന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ ജനങ്ങൾ വലിച്ച് കുപ്പത്തൊട്ടിയിലേക്ക് എറിയുന്ന നാടായി ചീമേനി മാറിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു രാഷ്ട്രീയ സ്വാധീനവുമില്ല. ഈ ബേഡകം പഞ്ചായത്തിൽ നിങ്ങൾക്ക് യാതൊരു രാഷ്ട്രീയ സ്വാധീനവുമില്ല. എന്നാൽ നിങ്ങളുടെ അവശേഷിക്കുന്ന പ്രവർത്തകർ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ കൂടെ വരാനിരിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാനുള്ളത്. നിങ്ങളെ ജനങ്ങൾ തിരിച്ചറിയും. നിങ്ങളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ കൂടെ ഈ നാടകം കടന്നു വരും. കാരണം ജനങ്ങൾക്കറിയാം അസഭ്യന്മാരാണിവർ. എന്തു വൃത്തികേടിനും തമ്മാടിത്തത്തിനും നേതൃത്വം കൊടുക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ഗണത്തിൽ പെടുത്താൻ വേണ്ടി കഴിയാത്ത വർഗമാണ് ഈ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്. കാരണം എന്താ? സ്വന്തം തെരഞ്ഞെടുപ്പിൽ, ഒരു സംഘടനയുടെ സ്വന്തം തെരഞ്ഞെടുപ്പിൽ വ്യാജ ID കാർഡ് ഉണ്ടാക്കിയതായി ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്. ഒരാൾക്ക് സംസ്ഥാന പ്രസിഡന്റ് ആവാൻ ഇവിടെ ഉനൈസ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ ക്രിമിനലുകൾക്ക് സംസ്ഥാന സെക്രട്ടറിയും നേതാക്കളുമാകാൻ വ്യാജ ID കാർഡ് ഉണ്ടാക്കുന്ന സംഘമായി ഇവർ മാറുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായ തെരഞ്ഞെടുപ്പ് കാർഡിനെ ഉൾപ്പെടെ വെല്ലുവിളിച്ചുകൊണ്ട്, നമ്മുടെ നിയമ സംഹിതയെ വെല്ലുവിളിച്ചുകൊണ്ട് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒരു പ്രസിഡന്റിനെ ഉണ്ടാക്കുന്നു. സംസ്ഥാന പ്രസിഡന്റ് കുണുവാവയായ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഏതു പാതിരാത്രി എഴുന്നേറ്റാലും അസത്യവും തെറിയും മാത്രം പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശിഷ്യന്മാരാണ് ഇവിടെയുള്ള ഉനൈസ് ഉൾപ്പെടെയുള്ള ഈ കാസർകോട്ടെയും കേരളത്തിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ ക്രിമിനൽ സംഘം. നിങ്ങൾ ഈ നാട് നിലക്ക് നിർത്തും. നിങ്ങൾ നോക്കൂ, തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ ഈ കുറച്ച് ദിവസങ്ങൾ കൂടിയുണ്ട്. ജൂൺ മാസം 4-ാം തീയതി ഞങ്ങളിവിടെ ഈ കാസർകോട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഉണ്ണിത്താനോട്
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും അസന്നിഗ്ധമായി പറയുന്നു, ഈ തെമ്മാടി കൂട്ടത്തിന്റെ സ്പോൺസറായി കാസർഗോട്ട് കൊല്ലത്ത് നിന്ന് വന്ന് ഈ കാസർഗോട്ട് പ്രവർത്തിക്കുന്ന മിസ്റ്റർ രാജ്മോഹൻ ഉണ്ണിത്താൻ നിങ്ങൾ ഞങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ജൂൺ മാസം 4-ാം തീയതി വിധി വന്ന് വൈകുന്നേരം 2:30 വന്ദേ ഭാരത് എക്സ്പ്രസിൽ നിങ്ങളെ കൊല്ലത്തേക്ക് ഈ നാട് യാത്രയേക്കും. ഒരു തർക്കവും വേണ്ട, നിങ്ങൾ കൊല്ലത്തേക്ക് യാത്രയേക്കും നിങ്ങൾ ഈ നാട്. കാരണം ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് താണ്ഡവമാടാനുള്ള നാടല്ല ഈ കാസർഗോഡ്. ഈ കാസർഗോഡ് മതനിരപേക്ഷതയുടെ ഈ ജില്ലമാണ്. ഈ കാസർഗോഡ് സപ്തഭാഷാ സംഗമ ഭൂമിയാണ്. ഈ കാസർഗോഡ് എല്ലാ പൈതൃകങ്ങളും സാംസ്കാരിക തലവുമുള്ള ഈ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സാമൂഹ്യ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു നാടാണ്. ഈ നാടിനെ വേട്ടയാടാൻ വേണ്ടി വന്നാൽ നിങ്ങളെ നേരിടാൻ വേണ്ടി പോകുന്നത് ഡിവൈഎഫ്ഐയോ മഹിളാ അസോസിയേഷനോ ഇടതുപക്ഷമോ CPM-ഓ മാത്രമായിരിക്കില്ല. ഈ നാടാകെ ഒന്നിച്ചു നിന്ന് നിങ്ങളെ നേരിടും. അതുകൊണ്ട് ഇത്തരം തമ്മാടിത്തങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ ക്രിമിനലുകൾക്ക് നല്ലത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായ നടപടി സ്വീകരിക്കുന്നതിന്, പ്രതികൾക്കെതിരായി ഏറ്റവും ഉചിതമായ നടപടി സ്വീകരിക്കുന്നതിന് അന്വേഷണ ഉദ്യോഗസ്ഥർ പോലീസ് തയ്യാറാകണം. കാരണം ഇത്തരം ക്രിമിനലുകളെ സഹായിക്കുന്ന നിലപാട് ഒരു സംവിധാനത്തിന്റെ ഭാഗത്തുനിന്നും ഒരു കാരണവശാലും ഉണ്ടാകരുത്. ഏതെങ്കിലും ഒറ്റപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഈ ക്രിമിനലുകളുടെ വക്താക്കളായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു തർക്കവും വേണ്ട, അത്തരം ആളുകൾ തെറ്റായ വഴിയിലാണെന്ന് ഈ നാട് തിരിച്ചറിയുകയും ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നിങ്ങളെ തിരുത്തുകയും ചെയ്യും. ശരിയായ വഴിയിൽ നിയമപരമായി അന്വേഷണം നടത്തി, പ്രത്യേകിച്ചും മമതയും കൂറും ആരോടും പുലർത്താതെ ഈ നാടിന്റെ സാമൂഹ്യ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ഈ കേസിൽ അന്വേഷണം നടത്തി കുറ്റക്കാരനായ ഉനൈസ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ ക്രിമിനൽ സംഘത്തിനെതിരായി ഏറ്റവും കൃത്യമായ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറാകണം. ഇവിടെ ഈ കൂട്ടർ പ്രസംഗിച്ചുകൊണ്ട് ചില വളരെ വൃത്തികേടായ ചില കാര്യങ്ങൾ ഇവിടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് പറഞ്ഞല്ലോ. എന്ത് വൃത്തികേടും പറയാമെന്നാണ് ഇവിടെ പറയാൻ. ഉനൈസിന്റെ സൗന്ദര്യം കണ്ട് ഈ ചെറുപ്പക്കാരൻ ഉനൈസ്, ഞാൻ ബാക്കി പറയുന്നില്ല, ഇങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. ആ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ അതേ ഭാഷ സ്വീകരിക്കുന്നത് ശരിയല്ലെങ്കിലും സ്വാഭാവികമായും ഈ നാടിന്റെ സാമൂഹ്യ ബോധ്യത്തെയും സാംസ്കാരിക മൂല്യത്തെയും വെല്ലുവിളിച്ച യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയോട് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. സ്വന്തം തന്തയുടെ പേര് ചോദിക്കുമ്പോ പലരുടെ മുഖം ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത് നിന്റെ തെറ്റല്ല, പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ട് നടക്കരുത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ്. എന്ത് വൃത്തികേടും പറയാമെന്ന് കരുതരുത്. നിന്നെയൊക്കെ നേരിടാൻ ഈ നാട് ഒരുങ്ങി നിൽക്കുകയാണ്. അത് ഡിവൈഎഫ്ഐയുടെ കൊടി പിടിക്കുന്ന നമ്മളോ മഹിളാ അസോസിയേഷന്റെ കൊടി പിടിക്കുന്ന ഉച്ചരായ മഹിളാ പ്രവർത്തകരോ ഇടതുപക്ഷ പ്രസ്ഥാനമോ മാത്രമല്ല, ഈ നാടാകെ നിന്നെയൊക്കെ നേരിടാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ നാടിന്റെ സമാധാന അന്തരീക്ഷത്തെ കളങ്കപ്പെടുത്താനുള്ള ഏതു നടപടിക്കെതിരായും ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടവും പ്രതിഷേധവും സംഘടിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഡിവൈഎഫ്ഐക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ നാടിന്റെ സമാരാധിയായ ഈ നാടിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിൽ വികസന പ്രവർത്തനത്തിൽ നിർണായകമായ പങ്കു നിർവഹിക്കുന്ന ഈ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ സഖാവ് എം ധന്യക്ക് ഡിവൈഎഫ്ഐയുടെ ഏറ്റവും ശക്തമായ പിന്തുണ അറിയിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കാൻ അഭിവാദ്യങ്ങൾ.